എല്ലാവർക്കും എൻ്റെ വിനീത നമസ്കാരം. പ്രിയ കുടുംബാംഗങ്ങളെ, നമ്മൾക്കറിയാം ഇത് രാമായണ മാസമാണ്, കർക്കിടക മാസമാണ്. കേരളത്തിലുള്ള സാധാരണക്കാരായ ഹൈന്ദവ ജനത ഇതൊരു പുണ്യമാസമായി കണക്കാക്കി രാമായണത്തെ നെഞ്ചോട് ചേർത്ത് പിടിക്കുന്ന ഒരു മാസമാണ്. എന്നാൽ ഈ ഒരു അവസരം ഈ സാധാരണക്കാരായ സനാതനധർമ്മ വിശ്വാസികളുടെ മനസ്സിനെ മുറിവേൽപ്പിക്കുന്ന തരത്തിൽ വളരെ വൃത്തികെട്ടതും നീചവുമായ വാക്കുകൾ കൊണ്ട് ഒരു വ്യക്തി എന്ന് പറഞ്ഞാൽ കബിക്കാട് എന്നാണ് പറയപ്പെടുന്നത്. ഇദ്ദേഹം കോട്ടയം മധുരവേലി സ്വദേശിയാണ്. ഇദ്ദേഹത്തിൻ്റെ അച്ഛൻ്റെ പേര് പത്രോസും എന്നും അമ്മയുടെ പേര് അന്നമ്മ എന്നുമാണ്. ഭാര്യയുടെ പേര് ലിസി എന്നുള്ളതാണ്. ഇതും ഞാൻ ഇദ്ദേഹത്തെക്കുറിച്ച് അറിയാൻ വേണ്ടി, ഇദ്ദേഹത്തിന് എന്താണ് ഇത്ര ഒരാവേശം എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഗൂഗിളിൽ സെർച്ച് ചെയ്ത സമയത്താണ് ഇദ്ദേഹത്തിനെ കുറിച്ചിട്ടുള്ള കാര്യങ്ങൾ മനസ്സിലാക്കുന്നത്. എനിക്ക് ഇദ്ദേഹത്തിന് അറിയില്ല ശരിക്കും. അങ്ങനെയുള്ളൊരു വ്യക്തി വളരെ നീചമായ ഒരു ഭാഷയിൽ രാമായണത്തെക്കുറിച്ചും രാമനെക്കുറിച്ചൊക്കെ ഇവിടെ പറയുന്നത് കേട്ടു. എനിക്ക് തോന്നുന്നു ഇതെന്തോ വലിയൊരു അജണ്ടയാണോ, ഇത്രയും വലിയ തുക വാങ്ങിച്ചിട്ട് ചെയ്യുന്നതാണോ എന്നറിയില്ല. കാരണം ഇദ്ദേഹം ഈ പറയുന്ന ഓരോ വാക്കും ഹിന്ദുവിൻ്റെ മനസ്സിൽ ഏറെ മുറിവേൽപ്പിക്കുന്ന തരത്തിലുള്ള വാക്കുകളാണ്. അപ്പോൾ ആ വാക്കുകൾ ഇദ്ദേഹം വീഡിയോ ചെയ്ത് ആ വീഡിയോയിൽ, അല്ലെങ്കിൽ ഇദ്ദേഹത്തിൻ്റെ വാക്കുകൾ ഒരു വീഡിയോ ആയിട്ട് യൂട്യൂബിൽ വന്നപ്പോൾ അത്ഭുതപ്പെടുത്തുന്ന കാര്യം എന്താണെന്നറിയോ? അതിൻ്റെ തൊട്ട് താഴെയായിട്ട് 400-ലേറെ കമൻറ്റുകൾ വരികയും ആ കമൻറ്റിൽ 90% കമൻറ്റുകളും ഈ പറയുന്ന ഹിന്ദു വിരുദ്ധരുടെ ഒരു കൂട്ടായ്മയായിട്ടാണ് തോന്നിയത്. വളരെ നീചമായ വിധത്തിൽ ഇദ്ദേഹത്തിൻ്റെ വാക്കുകൾ കേട്ട് അയാൾക്ക് സ്തുതി പറയുന്ന നിരവധി തീവ്രവാദികളും ഭീകരവാദികളുമായ ആൾക്കാരുടെ കമൻറ്റുകളാണ് അവിടെ കാണാൻ കഴിയുന്നത്. എന്ന് വെച്ചാൽ രാമനെ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ അവർക്ക് പൂമാലയിട്ട് കൊടുക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു വിഭാഗം ആൾക്കാർ. അപ്പോൾ അവർക്ക് അവരുടെ പിന്തുണയോടുകൂടി ഇവിടുത്തെ ശ്രീരാമ വിശ്വാസികളുടെ അല്ലെങ്കിൽ ഹിന്ദുക്കളുടെ ആ രാമായണ വിശ്വാസത്തെ തകിടം മറിക്കാം എന്നുള്ള ചിന്തയിലാണ് ഇദ്ദേഹം ഇങ്ങനെ പറയുന്നത്. ഇവിടെ നമ്മൾ ചിന്തിക്കണം, ഈ മാസം തന്നെയാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഈ മാസം ചില ആൾക്കാർ അജണ്ടയായി എടുത്തിട്ടുണ്ട് രാമായണത്തെയും ശ്രീരാമനെയും മോശമായി ചിത്രീകരിക്കാറില്ല. ആ ഭാഗമായിട്ടാണ് ഇത്തരം ആൾക്കാർ ഈ പ്രഭാഷണവുമായിട്ട് വരുന്നത്. ഇവർക്കെതിരെ കിട്ടുന്നത് ചിലപ്പം ഭീമമായിട്ടുള്ള കോടികളായിരിക്കാം കിട്ടുന്നുണ്ടാവാം, അല്ലെങ്കിൽ സ്ഥാനമാനങ്ങളാവാം. ഏതായാലും അദ്ദേഹത്തിൻ്റെ വാക്കുകൾ നിങ്ങൾ കേൾക്കുമ്പോൾ നിങ്ങൾക്ക് കൃത്യമായി മനസ്സിലാവും അദ്ദേഹം പറയുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്. അത് നമുക്കൊന്ന് കേട്ടു നോക്കാം. കുറച്ച് ഭാഗം കേൾക്കാം, എന്നിട്ട് ശേഷം വീണ്ടും ഞാൻ കാര്യത്തിലേക്ക് കിടക്കാം, നോക്കാം. ശ്രീരാമന്റെ പാരമ്പര്യമാണോ ഇന്ത്യയുടെ പാരമ്പര്യമെന്ന് തിരിച്ചു ചോദിക്കുവാനുള്ള ജനാധിപത്യപരമായ അവകാശം നമുക്കുണ്ട്. ജയ് ശ്രീറാം വിളിക്കാതെ ഇന്ത്യയിലെ സ്വതന്ത്ര പൗരന്മാർക്ക് ജീവിക്കാൻ കഴിയുമോ എന്ന നിർണായകമായ ഒരു ചോദ്യം ജനാധിപത്യ പ്രസ്ഥാനങ്ങൾ ഉന്നയിക്കണം. എന്തുകൊണ്ടെന്നാൽ ഇന്ത്യ എന്നത് ഈ ബ്രാഹ്മണ്യവാദികൾ പറയുന്നത് പോലെ വേദങ്ങളുടെയും ഇതിഹാസങ്ങളുടെയും നാട് മാത്രമല്ല, ലോകം കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും ഉന്നത വ്യക്തിത്വമായ ശ്രീബുദ്ധന്റെ നാടുകൂടിയാണ് ഇന്ത്യ എന്ന് ഇവർ അംഗീകരിക്കണം. വർത്തമാന മഹാവീരന്റെയും ഗുരുനാനാക്കിന്റെയും നാടാണ് ഇന്ത്യ, പാരമ്പര്യമുള്ള നാടാണ് ഇന്ത്യ എന്നവർ മനസ്സിലാക്കണം. ഇന്ത്യ കണ്ടതിൽ വെച്ച് ഏറ്റവും ഹീനമായ ഒരു പാരമ്പര്യമാണ് ശ്രീരാമനുള്ളത് എന്ന് 1936 തന്നെ ഡോക്ടർ BR അംബേദ്കർ തുറന്നെഴുതിയിട്ടുണ്ട്. എന്താണ് കേട്ടില്ലേ? ഒരു ഭാഗ്യമായിട്ടുള്ളേ. ഇനിയാണ് ശരിയായ കാര്യങ്ങളിലൊക്കെ വരുന്നത്. അപ്പോൾ അതിന് ഒരു മറുപടി കൊടുക്കണ്ടേ? ആരാണ് ശ്രീരാമൻ? ശ്വാസമൂട്ടിക്കൊണ്ടാണ് അദ്ദേഹം പറയുന്നത്. കാരണം വാങ്ങിച്ച പണത്തിനോട് കൂറ് കാണിക്കണം. ഇസ്ലാം തീവ്രവാദികളും ക്രിസ്ത്യൻ തീവ്രവാദികൾക്കും കയ്യടി നേടിക്കൊടുക്കുന്ന വാക്കുകൾ. ആരാണ് ശ്രീരാമൻ? ആരാ ശ്രീരാമൻ? സാധാരണക്കാരനായ ഇവിടുത്തെ ഹിന്ദു നെഞ്ചിലേറ്റിയിട്ടുള്ള ഈശ്വര സങ്കല്പമാണ് ശ്രീരാമൻ. ഈ ശ്രീരാമൻ്റെ ജീവിതമാണ് നമ്മളൊക്കെ മാതൃകയാക്കുന്നത്. ശ്രീരാമൻ്റെ കാര്യങ്ങൾ പറയുമ്പോൾ ബാലരമയിലും ബാലമംഗളത്തിലും വന്ന കഥകൾ എടുത്തു വെച്ചുകൊണ്ട്
അതാണ് യഥാർത്ഥ രാമായണ കഥ എന്ന് വിശ്വസിച്ചും കൊണ്ട് ശ്രീരാമനെതിരെ പ്രചരിപ്പിക്കുന്ന ആൾക്കാർ ഇദ്ദേഹത്തിൻ്റെ പിന്നിൽ അണിനിരക്കുന്നുണ്ടാക്കാം. ആരാണ് ശ്രീരാമൻ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സാഹോദര്യ ബന്ധം എന്താണെന്ന് കാണിച്ചു തന്ന ശ്രീരാമൻ, അച്ഛൻ പറയുന്ന വാക്കുകൾ അനുസരിക്കേണ്ടതിൻ്റെ കാര്യങ്ങൾ എന്താണെന്ന് പറഞ്ഞു തന്ന ശ്രീരാമൻ, ഉത്തമനായ ഭർത്താവായിട്ടുള്ളതും ഉത്തമനായ ഭരണാധികാരിയുമായിട്ടുള്ള ശ്രീരാമൻ, സാധാരണക്കാരെ ഏതൊക്കെ വിധത്തിലാണ് ഓരോ ബുദ്ധിമുട്ടുകളിൽ നിന്നും അവർ രക്ഷപ്പെടുന്നത്, അല്ലെങ്കിൽ ഒരു പ്രതിസന്ധി വന്നു കഴിഞ്ഞാൽ ആ പ്രതിസന്ധിയെ എങ്ങനെയാണ് തരണം ചെയ്യേണ്ടത്, ജീവിതത്തിലുള്ള വെല്ലുവിളികളെയൊക്കെ അതിജീവിച്ചുകൊണ്ട് ശ്രേഷ്ഠമായ പട്ടാഭിഷേകത്തിലേക്ക് എത്തേണ്ടത് എങ്ങനെയാണെന്നൊക്കെ കാണിച്ചു തരുന്ന രാമായണത്തിലെ പ്രധാന കഥാപാത്രമാണ് ശ്രീരാമൻ. അപ്പോൾ ആ ശ്രീരാമനെ ഒരു കുറ്റവും കുറവും പൊതുവെ രാമായണം വായിക്കുന്ന ആർക്കും കണ്ടെത്താൻ കഴിയില്ല, ഒരു വ്യക്തിക്ക് പോലും കണ്ടെത്താൻ കഴിയില്ല. രാമായണം വായിക്കുന്ന വ്യക്തികൾ ഇപ്പൊ 10 പേര് ഹിന്ദുക്കളായിട്ടുണ്ടെങ്കിൽ അതിൽ 3 പേരാണ് രാമായണം വായിക്കുന്നുണ്ടാവുക. ഈ 3 പേര് രാമായണം വായിച്ച ആൾക്കാരാണെങ്കിൽ അവർ ഒരു കാരണവശാലും രാമായണത്തെക്കുറിച്ചോ ശ്രീരാമനെ കുറിച്ചോ ഒരു കുറ്റവും കണ്ടെത്താൻ കഴിയില്ല. എന്നാൽ വായിക്കാത്ത ചില ആൾക്കാരുണ്ട്, അവർക്ക് മറ്റുള്ളവർ പറഞ്ഞത് കേട്ടിട്ടും നേരത്തെ പറഞ്ഞ പോലെ ബാലരമയും ബാലമംഗളവും പോലെയുള്ള പുസ്തകങ്ങൾ വായിച്ചിട്ടുള്ള അറിവാണ് അവർക്കുള്ളത്. അപ്പോൾ അവർ ഇത്തരത്തിൽ ഇങ്ങനെ കുരച്ചുകൊണ്ടേയിരിക്കും. ഇവിടെ നമ്മളൊന്ന് ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഇദ്ദേഹം ചോദിക്കുന്ന കാര്യം എന്ന് വെച്ചാൽ ശ്രീരാമന്റെ പാരമ്പര്യമാണോ ഇന്ത്യയുടേത് എന്ന് അദ്ദേഹം ചോദിക്കുകയാണ്. ശ്രീരാമന്റെയും പാരമ്പര്യമാണ് ഇന്ത്യയുടേത് എന്നാണ് അതിനുള്ള മറുപടി. ശ്രീരാമന്റെയും പാരമ്പര്യം ഇന്ത്യക്കുണ്ട്, രാവണന്റെ പാരമ്പര്യം ഇന്ത്യയിലുണ്ട്. ആ രാവണന്റെ പാരമ്പര്യമാണ് ഈ കവിക്കാരനെ പോലെയുള്ള ആൾക്കാർ ഇവിടെ പ്രസംഗിച്ച് നടക്കുന്നത്. രാവണന്റെ പാരമ്പര്യം അതും ഇവിടെയുണ്ട്. ശ്രീരാമന്റെ പാരമ്പര്യമുണ്ട്, അത് മുറുക്കെ പിടിക്കുന്ന ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് വ്യക്തിത്വങ്ങൾ കൂടിയുണ്ട്. അദ്ദേഹം ആ കാണിച്ചു തന്ന വഴിയിലൂടെ പോയത് കൊണ്ടാണ് ഇങ്ങനെ ശ്രീരാമനെ പോലും തെറി പറയുമ്പോഴും അദ്ദേഹത്തിന് നാവ് ഉയർത്തി സംസാരിക്കാനുള്ള നിലനിൽപ്പുണ്ടാകുന്നത്. ശ്രീരാമന്റെ ഈ ശ്രീരാമന്റെ പാരമ്പര്യമല്ല, മറിച്ച് രാവണന്റെ പാരമ്പര്യമാണ് ഇവിടുത്തെ ഹിന്ദുക്കൾ സ്വീകരിച്ചിരുന്നുവെങ്കിൽ കവിക്കാടിന്റെ രൂപം തന്നെ മാറുമായിരുന്നു. കവിക്കാട് ഇത് വിളിച്ചു പറയാൻ പോലും ഭൂമിയിൽ പോലും ഉണ്ടാകില്ലായിരുന്നു രാവണന്റെ പാരമ്പര്യം സൂക്ഷിക്കുന്ന ആൾക്കാരാണെങ്കിൽ. അപ്പോൾ ഇവിടെ ആ ശ്രീരാമന്റെ പാരമ്പര്യമുള്ള ആൾക്കാർ തന്നെയാണ്. അവർ രാമനെ മുറുക്കെ പിടിക്കുന്നത് കൊണ്ടാണ് കവിക്കാടിന് ഇങ്ങനെ പറയാനുള്ള അവസരം ഉണ്ടായിട്ടുള്ളത്. ശ്രീരാമനെക്കുറിച്ചും സീതയെക്കുറിച്ചും അപവാദങ്ങൾ പറഞ്ഞു പരത്തിയപ്പോൾ ശ്രീരാമൻ അവരെ ഒരു കാര്യവും ചെയ്തില്ല, ഒരു ദ്രോഹവും ചെയ്തില്ല. കാരണം അവർക്ക് സംസാരിക്കാനുള്ള സ്വാതന്ത്ര്യം ഉണ്ട് എന്നതോട് തന്നെ ആ ആവിഷ്കാര സ്വാതന്ത്ര്യം കൊടുത്തിരുന്നു. ശ്രീരാമന്റെ ഭാര്യ വളരെ മോശക്കാരിയാണെന്ന് പറഞ്ഞപ്പോൾ പോലും ശ്രീരാമൻ അയാളെ കൊന്നുകളയുകയോ അല്ലെങ്കിൽ അവരൊരു ശിക്ഷ പോലും കൊടുക്കാതെ ആവിഷ്കാര സ്വാതന്ത്ര്യം ഉണ്ട് എന്ന് തെളിയിച്ചു കാണിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. എന്നാൽ അതുപോലെയല്ല രാവണൻ. രാവണനെതിരെ ഒരു വാക്ക് ശബ്ദിച്ചു കഴിഞ്ഞാൽ അവരുടെ തലയുണ്ടാകില്ല. അപ്പൊ ആ രാവണന്റെ പാരമ്പര്യമാണ് ഇവിടെ കവിക്കാടിനെ പോലെയുള്ള ആൾക്കാർ പാടി നടക്കുന്നത് എന്ന് നമ്മൾ വേണം മനസ്സിലാക്കാൻ. രാവണന്റെ പാരമ്പര്യം. അപ്പൊ ശ്രീരാമന്റെ പാരമ്പര്യം ഉണ്ടോ വെച്ചിട്ട് ശ്രീരാമന്റെ പാരമ്പര്യം തന്നെയാണ് ഭാരതത്തിലുള്ളത്. എന്നാൽ അവിടെ ചില രാവണന്മാരും ഉണ്ട്. എല്ലാ പാരമ്പര്യം നിരവധി ആൾക്കാരുടെ അല്ലെങ്കിൽ നിരവധി സംസ്കാരങ്ങൾ കൂടിച്ചേർന്ന് തന്നെയാണ് ഇവിടെ ഇത്. അതിൽ ബഹുഭൂരിപക്ഷം ആൾക്കാരും പക്ഷേ ഈ രാമന്റെ പാരമ്പര്യം സ്വീകരിക്കുന്നത് കൊണ്ട് എല്ലാവരും ഇരികയും കിട്ടി സ്വീകരിച്ചും കൊണ്ട് അതിന് ദേവോഭവ എന്ന വിധത്തിൽ ഇവിടെ സ്വീകരിച്ചത് കൊണ്ടാണ് ഈ ദുരിതം മുഴുവൻ ഉണ്ടായിട്ടുള്ളത്. അത് ശ്രീരാമന്റെ പാരമ്പര്യം സ്വീകരിച്ചത് കൊണ്ടാണ് ഈ ദുരിതം അനുഭവിക്കുന്നത്. കാരണം വരുന്നവരെയും പോകുന്നവരെയും അതിഥികളായി സ്വീകരിച്ചത് കൊണ്ട് അത് രാമന്റെ പാരമ്പര്യത്തിൽപ്പെട്ടത് തന്നെയാണ്. അപ്പോൾ ഇവിടെ രണ്ടാമത് അദ്ദേഹം ചോദിക്കുന്ന വെച്ചാൽ ജയ് ശ്രീരാം വിളിക്കാതെ ഇന്ത്യയിലെ ഒരു സ്വതന്ത്ര പൗരന്മാർക്ക് ജീവിക്കാൻ കഴിയുമോ എന്നുള്ളതാണ്. എന്നാൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് ജയ് ശ്രീരാം വിളിക്കാതെ തന്നെ ഇവിടെ എത്രയോ കാലങ്ങളായി ആൾക്കാർ ഇവിടെ ജീവിക്കുന്നുണ്ട്. ജയ് ശ്രീരാം വിളിക്കുന്ന ആൾക്കാരുണ്ട്. ഏതെങ്കിലും സന്ദർഭത്തിൽ ജയ് ശ്രീരാം വിളിക്കുന്നുണ്ട്. ശ്രീരാമ ജയന്തി നാളിൽ വിളിക്കും. അതുമല്ല എന്തെങ്കിലും ആഘോഷപരമായിട്ടുള്ള കാര്യങ്ങളിലൊക്കെ ശ്രീരാം വിളിക്കാറുണ്ട്. എന്നാൽ ചില ഘട്ടങ്ങളിൽ അവർ അതിര് വിട്ട് വിളിക്കുന്നുണ്ട് ആവേശം കൊണ്ട്. എന്താണെന്നറിയോ? അതെന്താണെന്ന് വെച്ചാൽ ഈ പറയുന്ന രാവണന്മാരായ ചില ആൾക്കാരുണ്ട്. വിദേശത്ത് നിന്ന് വന്നിട്ടും അല്ലെങ്കിൽ പാശ്ചാത്യ സംസ്കാരം ഉപയോഗിച്ചുകൊണ്ട് ഇവിടുത്തെ സംസ്കാരം മോശമാണ്, നിങ്ങളുടെ മതം മോശമാണ്, നിങ്ങളുടെ രാമൻ മോശക്കാരനാണ്, നിങ്ങളുടെ ഈശ്വരൻ മോശമാണ്, അത് ചവറ്റുകൊട്ടയിൽ എറിയേണ്ടതാണ് എന്ന് പറഞ്ഞ് ചില വീടാന്തരം കയറി വന്ന് പുലമ്പുന്ന ചില രാവണന്മാരുണ്ട്. അങ്ങനെയുള്ള രാവണന്മാരുടെ മുഖത്ത് നോക്കി
കരണക്കുറ്റി അടിച്ചു പൊളിച്ചുകൊണ്ട് ചിലപ്പോൾ വിളിക്കും ഞങ്ങൾ ശ്രീരാമന്റെ ഭക്തന്മാരാണ്, ജയ് ശ്രീരാം എന്ന് വിളിച്ചിട്ടുണ്ടാകാം. പക്ഷേ അത് അങ്ങോട്ട് കയറി ചൊറിഞ്ഞതുകൊണ്ട് ചില ആൾക്കാർ അത് തിരിച്ചടിക്കുന്നതെന്ന് മാത്രം. അല്ലാതെ വെറുതെയൊന്നും എവിടെയും ഒരാളും ഒരു കാര്യവും ചെയ്തതായിട്ട് കാണാൻ കഴിയില്ല. എന്തിൻ്റെ പുറകിൽ ഒരു ഇതുണ്ടാവും. ജയ് ശ്രീരാം വിളിക്കുന്നത് ചില ആൾക്കാർക്ക് അലർജിയായി തോന്നും. എന്നാൽ ഈ തരത്തിൽ ബോലോ തക്ബീർ എന്നും അല്ലാഹു അക്ബർ എന്നും വിളിക്കുമ്പോൾ അത് ആർക്കും ഒരു വിഷമമായി തോന്നുന്നില്ല. കാരണം അത് അവരുടെ മതപരമായ കാര്യമാണ്, അവർക്ക് വിളിക്കാം, അതിൽ ഒരു തെറ്റുമില്ല. അത് അവർക്ക് ഒരു എനർജി കൊടുക്കുന്ന കാര്യമാണ്. അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഈശ്വരീയമായ സങ്കല്പത്തെ അവർ ആവേശത്തോട് വിളിക്കുന്നത് ഒരിക്കലും തെറ്റായിട്ട് അവരും കാണുന്നില്ല, അതിനൊരാളും കുറ്റവും പറയുന്നില്ല. എന്നാൽ ശ്രീരാം വിളിക്കുന്ന സമയത്ത് അത് കുറ്റം. ഇവിടെ 1921 കേരളത്തിൽ മലബാർ കലാപം നടന്ന സമയത്ത്, മാപ്പിള ലഹള നടന്ന സമയത്ത് അവർ ഉയർക്കെ വിളിച്ച മുദ്രാവാക്യമായിരുന്നു ബോലോ തക്ബീറും അല്ലാഹു അക്ബർ എന്നുള്ളതും. അതിലൊരിക്കലും നമ്മളെ പോലെയുള്ള ആൾക്കാർ, അല്ലെങ്കിൽ എന്നെ പോലെയുള്ള ആൾക്കാർ, അല്ലെങ്കിൽ ഇവിടുത്തെ ഹിന്ദുക്കളായ ഒരാൾക്കാർ പോലും അത് ഒരു വർഗീയമായിട്ടുള്ള ഒരു ഇതാണെന്ന് ആരും പറഞ്ഞിട്ടില്ല. അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വളരെ ശ്രേഷ്ഠമാണ്. പക്ഷേ അന്ന് അവരത് വിളിച്ചിരുന്നു എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. അന്ന് അവരത് വിളിച്ചത് കൊണ്ട് മൊത്തം അത് മോശമാണെന്ന് നമുക്ക് പറയാൻ പറ്റുമോ? പറയാൻ പറ്റില്ല. ഇന്നും പല സ്ഥലങ്ങളിൽ ഈ അക്രമകാരികളായ തീവ്രവാദികൾ വിളിക്കുന്നത് ഇതേ വാക്കുകളാണ്. പക്ഷെ അതുകൊണ്ട് അത് ഒരിക്കലും വിളിക്കാൻ പാടില്ലെന്ന് ഒരിക്കലും പറയുന്നതിൽ അർഹതയില്ല, അല്ലെങ്കിൽ അത് ചെയ്യാൻ പാടില്ലാത്ത കാര്യമാണ്. അപ്പോൾ ജയ് ശ്രീരാം വിളിക്കുന്നത്, ഈ പറയുന്ന ജയ് ശ്രീരാം വിളിക്കാതെ ഇവിടെ ജീവിക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ജയ് ശ്രീരാം വിളിക്കാതെ തന്നെയാണ് ഇവിടെയുള്ള 99% ആൾക്കാരും ജീവിക്കുന്നത്. അതിൽ തന്നെ ആ 99% ആൾക്കാരിൽ തന്നെ ഒരു വിഭാഗം ആൾക്കാർ ഇങ്ങനെ പ്രവർത്തിച്ചിട്ടുണ്ട്. എന്തുകൊണ്ട്? അവരുടെ നിലനിൽപ്പിനെ ചോദ്യം ചെയ്തതുകൊണ്ട്, അവരുടെ വിശ്വാസത്തെ ഇല്ലായ്മ ചെയ്യാൻ വേണ്ടി വരുന്ന ആൾക്കാർക്കെതിരെ അവർ ചിലപ്പം ആ നാമം, ആ മന്ത്രം ജപിച്ചുകൊണ്ടാണ് അവരത് പ്രതികരിച്ചിട്ടുണ്ടാവുക. അതിലൊന്നും ഒരു തെറ്റും ഞാൻ കാണുന്നില്ല എന്നർത്ഥം. പിന്നെ അദ്ദേഹം ചോദിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, ഇത് ഇതിഹാസങ്ങളുടെയും വേദങ്ങളുടെയും ഇന്ത്യ മാത്രമല്ല എന്നാണ് പറയുന്നത്. ഇതിഹാസങ്ങളുടെയും വേദങ്ങളുടെയും ഇന്ത്യ മാത്രമല്ല, ഇത് ശ്രീബുദ്ധന്റെയും വർദ്ധമാന മഹാവീരന്റെയും അതേപോലെ തന്നെ ഗുരുനാനാക്കിന്റെയും ഇന്ത്യയാണ് എന്ന് പറയുന്നു. എന്നാൽ ഗുരുനാനാക്കും ഈ പറയുന്ന വർദ്ധമാന മഹാവീരനും ഈ പറയുന്ന ശ്രീബുദ്ധനും ആരായിരുന്നു എന്ന് ഈ മാന്യൻ അറിയോ? ഈ കവിക്കാട് മനസ്സിലാക്കിയിട്ടുണ്ടോ? അവരൊക്കെ ശ്രേഷ്ഠമായിട്ടുള്ള ആശയങ്ങൾ നമ്മുടെ മുന്നിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. മഹാത്മാഗാന്ധി കൊണ്ടുവന്നിട്ടുണ്ട്, അഹിംസാ സിദ്ധാന്തം കൊണ്ടുവന്നിട്ടുണ്ട്. അദ്ദേഹം അഹിംസയെ മുറുക്കെ പിടിച്ചൊരു വ്യക്തിയാണ് മഹാത്മാഗാന്ധി. അതുപോലെ ശ്രീബുദ്ധനും അഹിംസയെയാണ് മുറുക്കെ പിടിച്ചത്. വർദ്ധമാന മഹാവീരനും പറയുന്നുണ്ട്. ഇതെല്ലാം വേദങ്ങളിലുള്ളത് തന്നെയാണ്. ഇതൊക്കെ വേദങ്ങളിലുള്ളത് തന്നെയാണ്. ശ്രീബുദ്ധനും വർദ്ധമാന മഹാവീരനും ഗുരുനാനാക്കും ഗാന്ധിജിയും ഒക്കെ പറയുന്നത് ഈ വേദത്തിലുള്ളത് തന്നെയാണ്. വേദത്തിലില്ലാത്തത് ഇവിടെ ആരും ഒന്നും പറഞ്ഞിട്ടില്ല. എന്നാൽ വേദങ്ങളുടെയോ ഇതിഹാസങ്ങളുടെയും മാത്രമല്ല ഇവരുടെയും കൂടി ഇന്ത്യയാണെന്ന് പറഞ്ഞാൽ അത് ആയിക്കോട്ടെ, അതിനെന്താ തെറ്റെന്താ? 33 കോടി ദേവകളെ ആരാധിക്കുന്ന ഹൈന്ദവ സമൂഹത്തിന് ഈ പറയുന്ന ശ്രീബുദ്ധനും അതുപോലെ വർദ്ധമാന മഹാവീരനും ഗുരുനാനാക്കും എല്ലാം തന്നെ ഈശ്വര തുല്യർ തന്നെയാണ്. അവരൊന്നും ഒരിക്കലും ഇവിടുത്തെ ഭാരതീയരായ ആൾക്കാരെ തള്ളിപ്പറഞ്ഞിട്ടില്ല എന്ന് കവിക്കാട് മനസ്സിലാക്കേണ്ടതാണ്. ഒരിക്കലും തള്ളിപ്പറഞ്ഞിട്ടില്ല. അവരെയും ഹൃദയത്തോട് ചേർത്ത് പിടിച്ചിട്ടാണുള്ളത്. ഈ ഗുരുനാനാക്കിന്റെയും അതുപോലെ തന്നെ വർദ്ധമാന മഹാവീരന്റെ അതുപോലെ തന്നെ ശ്രീബുദ്ധൻ എന്ന് പറയുന്നത് സിദ്ധാർത്ഥന്റെ അമ്മയും അച്ഛനും ആരാ? ശുദ്ധോധന മഹാരാജാവും യശോദയും. ഇവരാരാ? ഒന്നാന്തര കറതീർന്ന ഹിന്ദുക്കളാ. ഹിന്ദു ഈശ്വര ആരാധനയിലൂടെയാണ് ഈ സിദ്ധാർത്ഥൻ വളർന്നു വന്നത്. ആ ശിവനെയും മഹാവിഷ്ണുവിനൊക്കെ ആരാധിച്ച് പൂജിച്ചിരുന്നത് തന്നെയാണ് സിദ്ധാർത്ഥൻ എന്ന് പറയുന്നത്. പിന്നീടാണ് ബുദ്ധനാകുന്നത്. ബുദ്ധന്റെ അനുയായികളാണ് ആ ഒരു സിദ്ധാന്തം പ്രചരിപ്പിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ ഈ പറയുന്ന വർദ്ധമാന മഹാവീരൻ, സിദ്ധാർത്ഥന്റെയും ത്രിശാലയുടെയും പുത്രനായിട്ടുള്ള വർദ്ധമാന ഈ വീരൻ, അവരുടെ അച്ഛനും അമ്മയും ഒന്നാന്തര ഹിന്ദുക്കളായിരുന്നു. ഈ പറയുന്ന വർദ്ധമാന മഹാവീരനും ഹിന്ദു തന്നെയായിരുന്നു. പക്ഷെ അദ്ദേഹം അദ്ദേഹത്തിന്റെ ആശയം അദ്ദേഹത്തിന്റെ ശിഷ്യന്മാർ പ്രചരിപ്പിച്ചു എന്നുള്ളത് വേണം നമ്മൾ മനസ്സിലാക്കാൻ. അതിലെന്താ തെറ്റാ? നല്ല നല്ല ആശയങ്ങൾ ആര് കൊണ്ടുവന്നാലും അത് സ്വീകരിക്കണം എന്നുള്ളത് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അപ്പോൾ ഇവിടെ നമ്മൾ ചിന്തിക്കേണ്ടത്, ഈ പറയുന്ന തരത്തിൽ ഭാരതം എന്ന് പറയുന്നത് വേദങ്ങളുടെയും ഇതിഹാസങ്ങളുടെയും പുണ്യ നാട് തന്നെയാണ്.
അവിടെ മറ്റുള്ളവരെല്ലാവരും ചേർത്ത് പിടിച്ചിട്ടുള്ള നാട് തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ പുണ്യനാട്ടിൽ ഇത്തരത്തിലെ ജലപ്പനങ്ങൾ കേട്ടുകൊണ്ട് സാധാരണക്കാർ നിങ്ങളെ ഒന്നും ചെയ്യാതിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് വേദങ്ങളുടെയും ഇതിഹാസങ്ങളുടെയും നാടായതുകൊണ്ട്. നിങ്ങളെപ്പോലെയുള്ള ആൾക്കാർ ഇവിടെ ഹിന്ദുവിനെയും അതുപോലെ തന്നെ മുസ്ലിമിനെയും ക്രിസ്ത്യൻസിനെയും തമ്മിലടിപ്പിച്ചുകൊണ്ട് അതിൽ നിന്നും ചോര കുടിക്കാൻ വേണ്ടി വെമ്പുന്ന തങ്ങളുടെ നാവ് പോലെയുള്ള അതുണ്ടല്ലോ പ്രവർത്തനം, നാവിനെ കൊണ്ടുള്ള പ്രവർത്തനം, അത് കേട്ടിട്ടും പ്രതികരിക്കാത്തത് ഇത് വേദങ്ങളുടെ പുണ്യഭൂമി ആയതുകൊണ്ടാണ്, ഇതിഹാസങ്ങളുടെ പുണ്യഭൂമി ആയതുകൊണ്ടാണ്. ഈ വേദങ്ങളിലുള്ളത് തന്നെയാണ് ശ്രീബുദ്ധനും ഈ പറഞ്ഞ വർദ്ധമാന മഹാവീരനും അതേപോലെ തന്നെ ഗുരുനാനാക്കും എല്ലാം പ്രചരിപ്പിക്കുന്നത്. അത് തന്നെയാണ് പുരാണങ്ങളിലൂടെയും ഇതിഹാസങ്ങളിലൂടെയും പ്രചരിപ്പിക്കുന്നത്. വേദങ്ങളിലൂടെ തന്നെയാണ്, വേദങ്ങളിലുള്ള കാര്യങ്ങൾ തന്നെയാണ്. പക്ഷേ വേദത്തിന്റെ പുറംചട്ട പോലും കാണാത്ത നിങ്ങൾക്കത് പറഞ്ഞാൽ മനസ്സിലാകില്ല. അതുകൊണ്ടാണ് നിങ്ങൾക്ക് ശ്രീരാമനെ കാണുമ്പോൾ നിങ്ങൾക്ക് കാലളകുന്നത്. ഇനി നിങ്ങൾ ശ്രീരാമനെ കുറിച്ച് പറയുന്നത് ഈ പൊതുജനങ്ങൾ കൂടി കേൾക്കട്ടെ. അതുകൊണ്ട് നമുക്ക് ആ ശ്രീരാമനെ കുറിച്ച് ഇദ്ദേഹം പറയുന്ന കാര്യം നമുക്ക് കടക്കാം. പക്ഷെ അതിനു മുമ്പ് അദ്ദേഹം ഒന്നും കൂടി പറഞ്ഞു. എന്തറിയോ? ഈ ഭാരതത്തിലെ ഏറ്റവും ഹീനമായ ഒരു വ്യക്തിത്വമാണ് ശ്രീരാമൻ്റെതെന്ന് 1936 അംബേദ്കർ തുറന്ന് എഴുതിയിട്ടുണ്ടെന്നാ പറഞ്ഞ. ഏത് ഗ്രന്ഥത്തില്, ഏത് പുസ്തകത്തില്? 1936 അംബേദ്കർ ശ്രീരാമൻ ഏറ്റവും ഹീനനായ ദുഷ്ടനായ വൃത്തികെട്ടവനാണെന്ന് എഴുതിയിട്ടുണ്ടെന്ന് പറഞ്ഞല്ലോ. അത് ഏത് ഗ്രന്ഥത്തിലാണെന്ന് ഈ പറയുന്ന കവിക്കാടിന് അതുകൂടി പറയാൻ പാടില്ലായിരുന്നോ? ഇന്ന പുസ്തകത്തിൽ ഇത്രാമത്തെ പേജിൽ അല്ലെങ്കിൽ ഇന്ന ഭാഗത്ത് അത് ഉണ്ടായിരുന്നെന്ന്. ആ പാവം അംബേദ്കറെയും കൂട്ടിപ്പിടിച്ചുകൊണ്ടാണ് ഇത്തരത്തിൽ ഇദ്ദേഹത്തിനെ പോലെയുള്ള ആൾക്കാർ, ശ്രീനാരായണ ഗുരു, അംബേദ്കർ, അതുപോലെ സഹോദരൻ അയ്യപ്പൻ, ഇങ്ങനെയുള്ള മഹത് വ്യക്തികളെ കൂട്ടിപ്പിടിച്ചുകൊണ്ട് ഹിന്ദുക്കളെ വഴി അല്ലെങ്കിൽ ഹിന്ദുക്കളുടെ ആശയക്കുഴപ്പമുണ്ടാക്കാൻ വേണ്ടി ശ്രമിക്കുന്നത്. എന്നാൽ ഇവരൊക്കെ പറഞ്ഞത് ഇന്ന പുസ്തകത്തിൽ ഇത്രാമത്തെ പേജിൽ ഇന്ന ഭാഗത്ത് ആണ് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ പറഞ്ഞതെന്ന് ഇവർ ഒരിക്കലും പറയില്ല. കാരണം എന്താ? അത് നോക്കിക്കഴിഞ്ഞാൽ അതിൽ കാണാൻ സാധ്യതയില്ല. അപ്പോൾ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് വെച്ചാൽ ഒരു ക്രിസ്ത്യാനി ആയിട്ടുള്ള ഒരു നസ്രാണി ആയിട്ടുള്ള ഇദ്ദേഹത്തിന് എന്തുകൊണ്ട് ഈ ഹിന്ദു ഗ്രന്ഥങ്ങളെക്കുറിച്ചോ അല്ലെങ്കിൽ ഹിന്ദു ദേവി ദേവന്മാരെ സങ്കല്പങ്ങളെക്കുറിച്ച് ഇത്ര നീചമായി സംസാരിക്കുന്നത്? ഇയാൾക്ക് വേണമെങ്കിൽ ഇദ്ദേഹത്തിൻ്റെ ഗ്രന്ഥങ്ങളുണ്ട്, ബൈബിളുണ്ട്, അല്ലെങ്കിൽ മറ്റുള്ള കാര്യങ്ങളുണ്ട്, അതിനെക്കുറിച്ച് ഇയാൾ പഠിച്ചിട്ടുണ്ടോ? ബൈബിളിൽ എന്തൊക്കെ കാര്യങ്ങളുണ്ടെന്ന് ഞങ്ങൾ പറയാൻ നിന്നിട്ടുണ്ടെങ്കിൽ അത് എത്രയോ സാധാരണക്കാരായ ക്രിസ്ത്യാനികൾക്ക് മനസ്സിന് മുറിവേൽക്കും. അത് കൃത്യമായി ബോധമുള്ളത് കൊണ്ടാണ് ഞങ്ങൾ ബൈബിളിനെ കുറിച്ച് ഒന്നും പറയാത്തത്. ഓരോ ഗ്രന്ഥത്തിനുള്ളിലേക്കും ആഴത്തിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ അതിനകത്ത് അല്പം എടുത്തിട്ട് മോശമായ രീതിയിൽ നമുക്കും പറയാൻ പറ്റും. യേശുക്രിസ്തുവിനെ കുറിച്ച് നമുക്ക് എന്തൊക്കെ പറയാൻ പറ്റും? വളരെ മോശമായ രീതിയിൽ നമുക്ക് സംസാരിക്കാൻ പറ്റും. പക്ഷേ അത് ആ യേശുക്രിസ്തുവിനെയും അതുപോലെ തന്നെ അവരുടെ ബൈബിളിനെയൊക്കെ ആരാധിക്കുകയും പൂജിക്കുകയും ചെയ്യുന്ന സാധാരണക്കാരായ നിഷ്കളങ്കരായ നിരവധി ഭക്തന്മാരുണ്ടാവും. അവരുടെ ഹൃദയത്തിലേക്ക് ആഞ്ഞടിക്കുന്ന ആണികളാകും അത്. അതിന് വഴിയൊരുക്കുകയാണ് ഇത്തരത്തിലുള്ള നീച നികൃഷ്ട ജന്തുക്കൾ. ഇവര് ഹിന്ദു പുരാണത്തിൽ അങ്ങനെയുണ്ട് ഇങ്ങനെയുണ്ട് എന്നിട്ട് ശ്രീരാമനെ കുറിച്ചും ഒക്കെ വളരെ മോശമായി സംസാരിക്കാൻ ഇവർ വരുന്നു. ഇവർ സംസാരിക്കേണ്ടത് സ്വന്തം മതത്തിൽ എന്തെങ്കിലും ഉണ്ടോ എന്നാണ്. അതാണ് ശുദ്ധി ചെയ്യേണ്ടത്. അതല്ലാതെ ഈ പറയുന്ന ശ്രീരാമൻ എന്താണ്, ശ്രീരാമന്റെ ഭാര്യയുടെ വിശേഷം എന്താണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ശ്രീരാമൻ മോശക്കാരനാണ് ചിത്രീകരിക്കാൻ വേണ്ടിയിട്ട് അവിടുന്ന് ഇവിടുന്നും ബാലും തുമ്പുമില്ലാത്ത കുറെ കാര്യങ്ങളെടുത്ത് സംസാരിക്കുന്ന ഇദ്ദേഹം രാമായണത്തിന്റെ ബാലപാഠം പഠിച്ചിട്ടുണ്ടോ എന്നാണ് ഞങ്ങൾക്ക് ചോദിക്കാനുള്ളത്. ഏതായാലും ഇത്തരത്തിൽ മതവൈര്യമുണ്ടാക്കുന്ന മതസ്പർദ്ധയുണ്ടാക്കുന്ന വർഗീയ ചിന്ത ഇദ്ദേഹത്തിനെ പോലെയുള്ള ആൾക്കാരുടെ മനസ്സിൽ ഇങ്ങനെ ആഴത്തിലിരിക്കുകയാണ്. ഹിന്ദുവിനോടും ഹിന്ദുക്കളോടും അതുപോലെ തന്നെ ഹിന്ദു ദേവതാ സങ്കല്പങ്ങളോടും എന്തിനേറെ ജനിച്ച പെറ്റ നാടായിട്ടുള്ള നമ്മുടെ ഈ ഭാരതത്തിനോട് പോലും പുച്ഛം തോന്നിക്കുന്ന ഇങ്ങനെയുള്ള ആൾക്കാരെ എന്താ പറയാ? അവർക്കൊക്കെ കാലം മറുപടി കൊടുക്കട്ടെ എന്ന് മാത്രം പറയാം. ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഇവിടെയുള്ള ഈ ശ്രേഷ്ഠമായ നിങ്ങളെപ്പോലെയുള്ള ആൾക്കാർക്ക് ഇത്ര വൃത്തികേടുകൾ വിളിച്ചു പറയാനുള്ള സ്വാതന്ത്ര്യം കിട്ടുന്നത് ഈ ഭാരതത്തിലായതുകൊണ്ട് മാത്രമാണ്. അതേസമയത്ത് നിങ്ങൾ ഗൾഫ് രാജ്യങ്ങളിലോ അല്ലെങ്കിൽ ഒരു ഇസ്ലാം രാജ്യങ്ങളിലോ ഒരു ക്രിസ്ത്യൻ രാജ്യങ്ങളിലോ പോയിട്ട് അവിടുത്തെ മത പുരോഹിതന്മാരെ കുറിച്ചോ അല്ലെങ്കിൽ അവിടുത്തെ ഈശ്വരീയ സങ്കല്പങ്ങളെ കുറിച്ചോ ഇതുപോലെ കുരച്ച് നടന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ ജീവൻ പോലും ഉണ്ടാകില്ല. ഈ സ്വാതന്ത്ര്യം ഇവിടെ കിട്ടാൻ കാരണം ഇത് വേദ പാരമ്പര്യമുള്ള പുണ്യഭൂമി ആയതുകൊണ്ടാണെന്ന് കവിക്കാട് മനസ്സിലാക്കിയാൽ നന്നായിരിക്കും.